ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഹൈമവതി ദേവയാനോട് ചോദിച്ചു, നമുക്ക് ആ ഹോസ്പിറ്റലിലെ ആരെയെങ്കിലും പണം കൊടുത്ത് സ്വാധീനിച്ച് അവളെ അങ്ങ് കൊന്നുകളഞ്ഞാലോ എന്ന ആ ചോദ്യം കേട്ടതും ദേവയാനി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരിക്കലും ശരിയാവുകയില്ല. തൽക്കാലം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. എടുത്തുചാടി എന്തെങ്കിലും ചെയ്താൽ അത് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ദേവയാനിയുടെ വാക്കുകൾ കേട്ട് ശ്രേയ പറഞ്ഞു, ശരിയാണ് ആന്റി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കാം. ഇനിയും സമയമുണ്ടല്ലോ. എന്തായാലും അവളെ തകർക്കാനായിട്ട് ഇനി നമുക്ക് ആകെയുള്ള പോംവഴി, അവൾ വരുന്നതിന് മുൻപ്, അവളുടെ ജീവൻ എടുക്കുന്നതിന് മുൻപ് ആ ഡയറിയും ആ മൊബൈൽ ഫോണും കണ്ടെത്തണം. ഗൗരിയുടെ ആ ഡയറിയും മൊബൈൽ ഫോണും കണ്ടെത്തി കഴിഞ്ഞാൽ പകുതി ആശ്വാസമായി എന്ന ആ ശ്രേയുടെ വാക്കുകൾ കേട്ട് ദേവയാനിയും അത് ശരിയാണെന്ന് സമ്മതിച്ചു. ദേവയാനി പറഞ്ഞനുസരിച്ച് ഗംഗയുടെ കയ്യിലുള്ള ആ ഡയറിയും ആ മൊബൈൽ ഫോണും എങ്ങനെ കണ്ടെത്തുക എന്ന് തന്നെ ശ്രേയ തീരുമാനിച്ചു. അതിനുശേഷം ഗംഗയ്ക്ക് അരികിലേക്ക് എത്തിയ രാജി ഗംഗയ്ക്ക് ഭക്ഷണം കഴിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ ഗംഗ തനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം വേണ്ടെന്ന് അറിയിച്ചു. അപ്പോഴാണ് രാജി പറഞ്ഞത്, ചേച്ചിയുടെ മോള് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് പോയതാണ് ചേച്ചിയെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കണമെന്ന്. അത് മാത്രമല്ല ആ സാറും അത് പറഞ്ഞിട്ടാണ് പോയത്. അവർക്ക് ഇവിടെ നിന്ന് പോകാൻ തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഗംഗ ചോദിച്ചു, അവർ എവിടെ പോയതാണ്? അപ്പോഴേക്കും രാജി പറഞ്ഞു, അവര് രണ്ടുപേരും കൂടി മേഡത്തിന്റെ ഡ്രസ്സ് എടുക്കാനായി പോയതാണ്. പോകാൻ ഇഷ്ടമുണ്ടായിരുന്നിട്ടല്ല, മേഡത്തിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേറെ എടുത്തോണ്ട് വരാന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് അവർ പോയത്. എന്തായാലും ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെയും ഒരു മോളെയും ചേച്ചിക്ക് കിട്ടിയില്ലേ, ചേച്ചി ഭാഗ്യവതിയാണ് എന്ന് പറയുമ്പോ ഗംഗ പറഞ്ഞു, അതെ, ശരിക്കും മഹിയേട്ടനെയും മോളെയും അവർ രണ്ടുപേരും എന്റെ ഭാഗ്യം തന്നെയാണ് എന്ന് ഗംഗ സമ്മതിച്ചു. ഉടനെ രാജി പറഞ്ഞു, എന്നാൽ ഈ ഭക്ഷണം കഴിക്ക്, ഇത് കഴിച്ചില്ലെങ്കിൽ മോൾക്ക് വല്ലാത്ത വിഷമാകുമെന്ന് പറഞ്ഞപ്പോ ഗംഗ അത് കഴിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ രാജിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് ഗംഗ കഴിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി എന്ന് ചോദിച്ചതും നല്ല ഉന്മേഷം തോന്നുന്നുണ്ട് എന്ന് ഗംഗ രാജിയോട് മറുപടി നൽകി. അപ്പോഴാണ് മഹിയും മാളുവും അവിടേക്ക് എത്തിയത്. ദേ അച്ഛാ, ഗംഗ എഴുന്നേറ്റു എന്ന് പറഞ്ഞ് അരികിലേക്ക് ഓടിയെത്തി ഗംഗയോട് മാളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഗംഗയ്ക്ക് സുഖമായോ എന്ന് ചോദിച്ചപ്പോ ഗംഗ പറഞ്ഞു, ആയി മോളെ, ഇപ്പോ ഭേദമുണ്ട് എന്ന് പറഞ്ഞതും മഹി ഗംഗയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. ഇപ്പോ ഭേദമുണ്ടോ ഗംഗേ? ഇപ്പോ വേദനയൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് അന്വേഷിച്ചപ്പോ ഗംഗ പറഞ്ഞു, ഇല്ല, ഇപ്പോ പ്രശ്നമൊന്നും ഇല്ല മഹിയേട്ടാ. അപ്പോഴേക്കും രാജി പറഞ്ഞു, ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ ഞാനിപ്പോ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ മഹിയോട് ഗംഗ ചോദിച്ചു, മഹിയേട്ടനും മോളും ഭക്ഷണം കഴിച്ചോ? അപ്പോഴേക്കും മഹി പറഞ്ഞു, ഞങ്ങൾ കഴിച്ചതാണ്. തൽക്കാലം എന്റെയും മോളുടെയും കാര്യം ഓർത്ത് താൻ ടെൻഷൻ ആവണ്ട. ഗംഗ നന്നായി ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യണം എന്ന് മഹി പറയുമ്പോ മാളൂട്ടി പറഞ്ഞു, ഗംഗെ, ഞങ്ങൾ രണ്ടുപേരും ശ്രീമഹേശ്വരനെ കാണാനായി പോയിരുന്നു. ശ്രീമഹേശ്വരനെ പോയി തൊഴുത് പ്രസാദവുമായി വന്നപ്പോഴാണ് ഗംഗയ്ക്ക് തൊട്ടു തന്നപ്പോഴാ ഗംഗ കണ്ണു തുറന്നത് എന്ന് പറഞ്ഞു. ശ്രീമഹേശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് എനിക്ക് മനസ്സിലായി ഗംഗെ എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, പിന്നെ എന്റെ മാളൂട്ടി പ്രാർത്ഥിച്ചാൽ ശ്രീമഹേശ്വരനെ കേൾക്കാതിരിക്കാൻ കഴിയുമോ എന്ന് ഗംഗ ചോദിച്ചുകൊണ്ട് പുഞ്ചിരിച്ചിരിക്കുമ്പോ അവിടേക്ക് ഡോക്ടറും നേഴ്സും എത്തി. ഡോക്ടർ വന്ന് ഗംഗയെ പരിശോധിച്ചു. ഇപ്പോ കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ ഗംഗയെ എന്ന് ചോദിച്ചതും ഇല്ല ഡോക്ടർ എന്ന് ഗംഗ മറുപടി നൽകി. അപ്പോഴേക്കും മഹി ഡോക്ടറുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. ഇനി ഇപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് അന്വേഷിച്ചതും ഡോക്ടർ പറഞ്ഞു, ഗംഗ ഇപ്പോ നോർമൽ ആയിട്ടുണ്ട്. ഇനി ഗംഗയ്ക്ക് കുഴപ്പമൊന്നും തന്നെ ഇല്ല. ഇപ്പോ തുടങ്ങിയിരിക്കുന്ന ഫിസിയോതെറാപ്പി അത് കണ്ടിന്യൂ ചെയ്യണം. ഇത്രയൊന്നും മണിക്കൂറുകൾ ആ കോൾഡ് സ്റ്റോറേജിൽ കഴിച്ചതിന്റെ ആ ഒരു പ്രശ്നം, മസിൽസിനൊക്കെ രക്തയോട്ടം കിട്ടാതിരിക്കുന്നത് കൊണ്ട് മാത്രമുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് സെൽസിലേക്ക് രക്തയോട്ടം കൃത്യമായി ചെല്ലാൻ അത് ഫിസിയോതെറാപ്പി ചെയ്തേ പറ്റൂ എന്നറിയിച്ചു. നാളെ തന്നെ എനിക്ക് പോവുകയും ചെയ്യാം, നാളെ ഡിസ്ചാർജ് ആകാം എന്ന് പറഞ്ഞ് ഡോക്ടർ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നും രാജി ഫുൾ ടൈം ഇവിടെ ഉണ്ടാകണമെന്നുകൂടി പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് മടങ്ങുന്നു. ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും ഗംഗയെ മാളൂട്ടിയെ കെട്ടിപ്പിടിച്ച് ഗംഗയുടെ കയ്യിൽ ഉമ്മ കൊടുക്കുകയും ഗംഗയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ ഗംഗ മാളൂട്ടിയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മാളുവിന്റെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ ആ അമ്മയുടെയും കുഞ്ഞിന്റെയും സ്നേഹം കണ്ട് മഹിയും രാജിയും നോക്കി നിന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേ മന്ത്രവാദിയുടെ അരികിലെത്തി ശ്രേയയും രാഹുലും ആ മൊബൈൽ ഫോണും ഡയറിയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സഹായം അഭ്യർത്ഥിച്ചു. അത് കേട്ട മന്ത്രവാദിനി പറഞ്ഞു, അപ്പോ ആ മൊബൈൽ ഫോണും ഡയറിയും എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടെത്തണം അല്ലെ? ശരി, നോക്കാം എന്ന് പറഞ്ഞ് മന്ത്രവാദിനി വേഗം തന്റെ മുന്നിലിരിക്കുന്ന ആ ഉരുളിയിലേക്ക് പ്രാർത്ഥനയോടെ പുഷ്പങ്ങൾ അർപ്പിച്ചു. എന്നിട്ട് അതിലേക്ക് നോക്കിയിട്ടും ഒന്നും തന്നെ കാണാൻ കഴിയാത്തതോടെ മന്ത്രവാദിനി ശ്രേയയോടും രാഹുലിനോടും പറഞ്ഞു, അതെ, ആ
ഗംഗയ്ക്ക് ആരോ സഹായമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മൊബൈൽ ഫോണും ഡയറിയും എവിടെയാണ് എന്നുള്ള വിവരം മാന്ത്രിക സ്വാത്വിക മന്ത്രങ്ങളാൽ എന്റെ മായ കാഴ്ച മറച്ചിരിക്കുകയാണ് എന്നറിയിച്ചു. അത് കേട്ട ശ്രേയയ്ക്കാകെ നിരാശയായി. അപ്പോ ഇനി അത് കണ്ടെത്താൻ കഴിയില്ലെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചതും മന്ത്രവാദിനി പറഞ്ഞു, അല്ല, ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് അവർ വീണ്ടും തന്റെ കയ്യിലിരുന്ന ആ വെറ്റില കയ്യിലെടുത്ത് മന്ത്രങ്ങൾ ചൊല്ലിയതിനു ശേഷം ആ വെറ്റിലയിലേക്ക് ആ മഷി പടർത്തുന്നു. അങ്ങനെ മഷി വെറ്റിലയിൽ പടർത്തിക്കഴിഞ്ഞ് മഷി പറ്റിയ ആ ഭാഗത്തേക്ക് മന്ത്രവാദിനെ വളരെ പ്രതീക്ഷയോടെ നോക്കുമ്പോൾ അതിനുള്ളിൽ ആ മൊബൈൽ ഫോണും വേറെയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ നാഗത്തറ കാണാനിടയായി. അത് കണ്ടതോടെ പുഞ്ചിരിയോടെ അവർ ശ്രേയയോടും രാഹുലിനോടും പറഞ്ഞു, ആ ഡയറിയും മൊബൈൽ ഫോണും ഇരിക്കുന്നത് നാഗത്തറയിലാണ്. അത് കേട്ട ശ്രേയ ആശങ്കയോട് ചോദിച്ചു, നാഗത്തറയിലോ, അതെവിടെ എന്ന് ചോദിച്ചപ്പോ മന്ത്രവാദിനി പറഞ്ഞു, സർപ്പക്കാവിലെ നാഗത്തറയിലാണ് അത് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ചെന്നാൽ നിങ്ങൾക്കത് എടുക്കാം. അത് കേട്ട ഉടനെ ശ്രേയയ്ക്കും രാഹുലിനും ആശ്വാസമായി. ഉടനെ തന്നെ മന്ത്രവാദിനി പറഞ്ഞു, അത് എടുക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായുള്ള കാര്യമല്ല. അവിടെ ഒരു കുഴപ്പമുണ്ട്. അത് സൂക്ഷിക്കുന്നതിന് കാവലായിട്ട് സർപ്പമുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ അന്യരാരെങ്കിലും ചെന്ന് അത് എടുക്കാൻ ശ്രമിച്ചാൽ സർപ്പദംശനമുണ്ടാകും എന്ന് അറിയിച്ചു. അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്ന് ഉടനെ മന്ത്രവാദിനിയോട് അവർ ഇരുവരും ചോദിച്ചതും മന്ത്രവാദിനി പറഞ്ഞു, ഞാനൊരു ഏലസ് ജപിച്ചു തരാം. ഈ ചരട് കയ്യിൽ കെട്ടി ഏലസും കയ്യിൽ കെട്ടി പോയി എടുത്താൽ മതി, സർപ്പം പിന്നൊന്നും ചെയ്യില്ല എന്നറിയിച്ചു. അത് കേട്ടതോടെ മന്ത്രവാദിനി ജപിച്ചു കൊടുത്ത ആ മാന്ത്രിക ചരട് വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് ശ്രേയയും രാഹുലും പുറപ്പെടുന്നു. അങ്ങനെ ആ മാന്ത്രിക ചരടുമായി ഗംഗ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഗൗരിയുടെ ഡയറിയും മൊബൈൽ ഫോണും കണ്ടെത്താം എന്നുള്ള വിശ്വാസത്തിൽ അവർ അവിടുന്ന് മടങ്ങി. പിറ്റേന്ന് രാവിലെ ഗംഗ ക്ഷേത്രത്തിൽ ഗംഗയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗംഗയ്ക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുകയും താൻ ഇങ്ങനെ ബെഡിൽ കിടന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ തന്നെ തനിക്ക് എഴുന്നേറ്റ് നടക്കണമെന്ന ആഗ്രഹത്തോടെ ഗംഗ വേഗം തനിക്ക് എഴുന്നേറ്റ് നിൽക്കാനാകുമോ എന്ന ഒന്ന് സംശയത്തോടെ അതിന് തനിക്ക് സാധിക്കുമോ എന്നറിയാനായി വേഗം ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നു. പതിയെ കാലുകൾ നിലത്തേക്ക് ചവിട്ടുന്നു. കാലില് വല്ലാതെ മുള്ളു കുത്തിക്കൊള്ളുന്ന പോലെ വേദനകൾ തോന്നിയിട്ടും ഗംഗ ഒരിക്കൽ കൂടി തന്റെ കാലൊന്ന് ഒരടി കൂടി വെക്കാനായി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തേച്ചുപോയി ഗംഗ വീഴാനായി ഒരുങ്ങുന്നത് കണ്ട് അവിടേക്ക് കയറി വന്ന രാജി അരികിലേക്ക് ഓടിച്ചെന്ന് ഗംഗയെ താങ്ങി പിടിക്കണം. നിലത്ത് വീഴാതിരിക്കാനായി ഗംഗയെ ചേർത്ത് പിടിച്ചിട്ട് രാജി ചോദിച്ചു, എന്തിനാ ഗംഗേച്ചി ഇങ്ങനെ തനിച്ച് ഇങ്ങനെ ചെയ്യാൻ പോയത്? ഗംഗേച്ചി, ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, എന്റെ വിളിച്ചാ പോരായിരുന്നോ? ഞാൻ വന്നിട്ട് ചെയ്താൽ പോരായിരുന്നോ എന്നൊക്കെ ഗംഗയോട് രാജി ചോദിക്കണം. രാജിയുടെ ചോദ്യങ്ങൾ കേട്ട് ഗംഗ പറഞ്ഞു, ഞാൻ എങ്ങനെ എത്ര നേരം ആ വീട്ടിൽ കിടക്കുന്നത്, അതുകൊണ്ട് ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ നോക്കിയതാണ് എന്ന് അറിയിച്ചു. ഗംഗയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ രാജി ഗംഗയെ മേഡം എന്ന് വിളിച്ചത് കേട്ട് ഗംഗ രാജിയോട് പറഞ്ഞു, എന്നെ മേഡമൊന്നും വിളിക്കണ്ട, ചേച്ചിന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ഗംഗ പറഞ്ഞത് കേട്ട് രാജി വളരെ സ്നേഹത്തോടെ ഗംഗയെ ചെന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ ഗംഗ വേഗം തന്നെ രാജി സഹായിച്ചതുകൊണ്ട് ഗംഗയുടെ കയ്യിൽ പിടിച്ച് പതുക്കെ രാജി അങ്ങനെ ഗംഗയെ നടക്കാനായി സഹായിച്ചു. ഒന്ന് രണ്ട് തവണ അതിൽ നടന്നതിന് ശേഷം ഗംഗ പതിയെ ആ ബെഡിലേക്ക് വന്നിരുന്നു. ഉടനെ തന്നെ ഗംഗ രാജിയോട് വിശേഷങ്ങൾ ചോദിച്ചു. രാജിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചതും രാജി പറഞ്ഞു, എന്റെ വീട്ടിൽ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അച്ഛൻ കുഞ്ഞുനാളിലെ മരിച്ചു പോയതാണ്. അതുകൊണ്ട് അമ്മയാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. ഇനിയുള്ള അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ വിവാഹമാണ്. എന്നാൽ അതിനും ഞാൻ അമ്മയെ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. എന്നെ തേടി ഒരാൾ എത്തുകയും ചെയ്തു. അദ്ദേഹം എന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ആദ്യം എനിക്ക് പേടിയായിരുന്നു, ഒട്ടും താല്പര്യവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയുള്ള ആളാ, ജെനുവിൻ ആണോ എന്നൊന്നും എനിക്ക് സംശയമായിരുന്നു. പിന്നീട് അയാൾ ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കിയതോടെ, അയാൾ നല്ലൊരാളാണെന്ന് തിരിച്ചറിഞ്ഞതോടെ എനിക്ക് ആളോട് ഇഷ്ടമായി എന്ന് രാജി ഗംഗയെ അറിയിച്ചു. അതെല്ലാം കേട്ടതും രാജിയോട് ഗംഗ ചോദിച്ചു, ഓ, അപ്പോ പ്രണയവിവാഹമാണല്ലേ എന്ന് ചോദിച്ചതും രാജിയോട് അങ്ങനെ ചോദിച്ചത് കേട്ട് ഗംഗയോട് രാജി അങ്ങനെ ചോദിച്ചതും ഗംഗ ഉടനെ തന്നെ വലിയ സന്തോഷത്തോടെ അങ്ങനെ ചോദിച്ചത് കണ്ട് രാജി ചോദിച്ചു, അപ്പോ ഗംഗേച്ചിയുടെയും അങ്ങനെയായിരുന്നില്ലേ, ഗംഗേച്ചിയുടെയും സാറിന്റെയും വിവാഹം പ്രണയവിവാഹമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഗംഗ പറഞ്ഞു, അതൊരു വലിയ കഥയുമാണ്. അത് ഞാൻ പറഞ്ഞു തരാം, സമയം കിട്ടുമ്പോൾ പറയാം. എന്നാലും നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആള് തന്നെ നമ്മുടെ ജീവിതത്തിലെ പങ്കാളിയായി വരിക, നമ്മളോടൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാവുക എന്ന് പറഞ്ഞ് അതൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും ഗംഗേച്ചിക്ക് ആ ഭാഗ്യമുണ്ട്. ഇത്രയേറെ ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവും മോളും ഉണ്ടല്ലോ. എന്തായാലും നിങ്ങൾക്കിടയിലുള്ള ഈ പരസ്പര സ്നേഹം എന്നും ഇതുപോലെ തന്നെ നിലനിന്നാൽ മതി എന്ന് രാജി ഗംഗയോട് പറഞ്ഞു. ഗംഗ അതിനുശേഷം
പുഞ്ചിരിയോടെ രാജിയെ നോക്കുമ്പോൾ രാജി വീണ്ടും ഒന്നുകൂടി നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജി ഗംഗയെ ചേർത്ത് പിടിച്ച് വീണ്ടും നടക്കാനായി സഹായിച്ചു. അതിനുശേഷം ദേവയാനിയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് രാഹുലും ശ്രേയും ഒക്കെ പറഞ്ഞ വാക്കുകളായിരുന്നു. ആ ഡയറിയും മൊബൈൽ ഫോണും അത് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ, അത് പ്രത്യേകിച്ച് ഗംഗയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഗംഗ അത് വായിച്ചാൽ അത് കൂടുതൽ അപകടകരമായിരിക്കണം. അത് മാത്രമല്ല, ദേവയാനിക്കെതിരെയുള്ള തെളിവുകളായി അത് മാറുമെന്നുമുള്ള അവരുടെ വാക്കുകൾ ദേവയാനിയുടെ മനസ്സിനെ അലട്ടി. അപ്പോഴേക്കും പുറത്തേക്ക് പോകാനായി റെഡിയായി രാഹുൽ താഴേക്ക് എത്തുമ്പോൾ ദേവയാനി എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് രാഹുൽ അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താ അമ്മ ടെൻഷനിലാണോ? ഉടനെ ദേവയാനി പറഞ്ഞു, അതെ, ആ ഡയറിയും മൊബൈൽ ഫോണും അത് എത്രയും വേഗം നശിപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രശ്നമുണ്ടാവല്ലോ, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചത് എന്നറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ രാഹുൽ ദേവയാനിയോട് പറഞ്ഞു, അമ്മ ടെൻഷൻ ആവാതെ, ഞങ്ങൾ ഇന്ന് തന്നെ പോവല്ലേ? അല്ല, ശ്രേയ എവിടെ? അവൾ റെഡിയായില്ലേ എന്ന് ചോദിച്ചു. രാഹുലിനോട് അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, സൂക്ഷിക്കണം, സർപ്പക്കാവെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. പ്രത്യേകിച്ച് രാത്രിയിലുള്ള അവിടേക്കുള്ള യാത്ര അത് അപകടകരമാണ്. അവിടെ സർപ്പങ്ങളെ ഒരു കാരണവശാലും നാഗങ്ങളെ ഒരു കാരണവശാലും ചവിട്ടരുത്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇത് വളരെ നിർണായകമായതുകൊണ്ടും അത്യാവശ്യമായതുകൊണ്ടും മാത്രമാണ് ഞാനിപ്പോൾ പോകാൻ തന്നെ അനുവദിക്കുന്നത് എന്ന് രാഹുലിനോട് ദേവയാനി അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ രാഹുൽ പറഞ്ഞു, ശരി അമ്മേ, എന്നാ ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങാം. ശ്രേയ എവിടെ? അവൾ റെഡിയായില്ലേ എന്ന് ചോദിച്ചതും ദേവയാനിയും ശ്രേയയും അവിടേക്ക് എത്തി. ഞാൻ റെഡിയായി എന്ന് പറഞ്ഞ് ശ്രേയ അരികിലേക്ക് വന്നതും ഹൈമോദി പറഞ്ഞു, അതെ, ഞാനാ മോളോട് പറഞ്ഞത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ, സർപ്പക്കാവിലേക്കല്ലേ പോകുന്നത് എന്ന് അറിയിച്ചു. ഉടനെ ദേവയാനി ചോദിച്ചു, അല്ല, സർപ്പക്കാവില് സർപ്പയക്ഷിയെ കുറിച്ച് അവര് മന്ത്രവാദിനൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഞെട്ടലോടെ ശ്രേയ ചോദിച്ചു, അങ്ങനെ വല്ലതും ഉണ്ടോ ആന്റിയെ? സർപ്പയക്ഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും യക്ഷികളൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ച് ഭയത്തോടെ ശ്രേയ ചോദിക്കുമ്പോ രാഹുൽ പറഞ്ഞു, അത് ഇനി എത്ര വലിയ യക്ഷിയാണെങ്കിലും ശരിയമ്മേ, അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം അവരെക്കാളും വലിയ യക്ഷിയല്ലേ എന്റെ ഒപ്പമുള്ളത് എന്ന് ശ്രേയയെ നോക്കി ചിരിച്ചുകൊണ്ട് രാഹുൽ പറയുന്നത് കേട്ട് ശ്രേയ ആന്റി എന്ന് വളരെ ദേഷ്യത്തോടെ വിളിച്ചു. ഇത് കേട്ട ഉടനെ ദേവയാനി പറഞ്ഞു, രാഹുൽ വേണ്ട, ഇപ്പോ ഇങ്ങനെ ഒരു കാര്യത്തിനാണ് പോകുന്നത്, അതും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ആ സമയത്ത് ഇതുപോലെയുള്ള തമാശകളൊന്നും വേണ്ട എന്ന് രാഹുലിനെ താക്കീത് ചെയ്യുന്നു ദേവയാനി. രാഹുലിനോട് അങ്ങനെ ദേവയാനി പറഞ്ഞത് കേട്ട് ശരിയമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ദേവയാനി വീണ്ടും വിളിച്ചു, മോനെ രാഹുൽ. അത് കേട്ട ഉടനെ രാഹുൽ പിന്തിരിച്ചു നോക്കിയതും ദേവയാനി പറഞ്ഞു, സൂക്ഷിക്കണം മോനെ എന്ന് പറഞ്ഞപ്പോ രാഹുൽ തന്റെ കയ്യിലെ എലസ് കാണിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇതെന്റെ ഒപ്പം ഉള്ളപ്പോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകാൻ തുടങ്ങുമ്പോൾ ദേവയാനിയും ഹൈമവതിയും പ്രാർത്ഥനയോടെ നോക്കിയിരുന്നു. ഹൈമവതി പറഞ്ഞു, ഇനി വെറുതെ സമയം കളയണ്ട, വേഗം പോയിട്ട് വാ. ആ ഡയറിയും മൊബൈൽ ഫോണും പെട്ടെന്ന് കൈക്കലാക്കി ഇവിടേക്ക് മടങ്ങി എത്തണം, അതാ വേണ്ടത് എന്ന് പറഞ്ഞ് ഹൈമവതി അവർ പോയി കഴിഞ്ഞതോടെ പ്രാർത്ഥനയോടെ നിന്നു. എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം സ്വന്തമാക്കി അവർക്ക് വേഗം തിരിച്ചു വരാൻ കഴിയണേ, ഒരാപത്തും വരുത്താതെ കാക്കണേ ദൈവമേ എന്ന പ്രാർത്ഥനയോടെ ദേവയാനിയുടെ അരികിൽ നിന്ന് ഹൈമവതിയും റൂമിലേക്ക് പോയി. ദേവയാനി അപ്പോഴേക്കും ഇനി എന്തൊക്കെ സംഭവിച്ചേക്കുമെന്ന് ഓർത്ത് ആശങ്കയോടെ നിന്നു. അപ്പോഴാണ് ഗംഗയ്ക്ക് അരികിലേക്ക് മഹി എത്തിയത്. ഗംഗ മയങ്ങുകയാണെന്ന് കരുതി മഹി അരികിൽ വന്നിരുന്നതും മഹി അരികിലേക്ക് വന്നെന്ന് അറിഞ്ഞ നിമിഷം ഗംഗ കണ്ണു തുറന്നു. മഹി ചോദിച്ചു, ഇപ്പോ എങ്ങനെയുണ്ട്? അപ്പോഴേക്കും ഗംഗ പുഞ്ചിരിയോടെ പറഞ്ഞു, കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞതും മഹി ചോദിച്ചു, ഗംഗ, കാലിന് എന്തെങ്കിലും കൈക്കോ എന്തെങ്കിലും വേദനയുണ്ടോ എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, കയ്യിലും കാലിലും ഒക്കെ എന്തോ മുള്ളു കുത്തുന്ന പോലെയുള്ള വേദനയുണ്ട് മഹിയേട്ടാ എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ മഹി പറഞ്ഞു, അതെ, അത്രയും നേരം കോൾഡ് സ്റ്റോറേജിൽ കിടന്നല്ലേ, മരവിച്ചു പോയതല്ലേ, അതുകൊണ്ടാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ കൈയും കാലും ഒക്കെ മസാജ് ചെയ്തു തരാം, അപ്പൊ പിന്നെ വേദന കുറയും എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, അതൊന്നും വേണ്ട, മഹിയേട്ടന് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിച്ചതും മഹി ചോദിച്ചു, ഗംഗെ, എനിക്ക് എന്തെങ്കിലും വയ്യായിക വന്നിരിക്കുമ്പോ എന്നെ സഹായിക്കുന്നത്, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഗംഗയ്ക്ക് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, അതെന്താ മഹിയേട്ട അങ്ങനെ ചോദിക്കുന്നത്? ഒരിക്കലുമില്ല, മഹിയേട്ടന് വേണ്ടി എന്റെ ജീവൻ പോലും തരാൻ ഞാൻ തയ്യാറാണ് എന്ന് ഗംഗ അറിയിച്ചത് കേട്ട് മഹി പറഞ്ഞു, അപ്പോ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് അതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് മഹി ഗംഗയോട് പറഞ്ഞു. എന്നാലും മഹിയേട്ട എന്ന് പറഞ്ഞ് വീണ്ടും ഗംഗ മഹിയെ തടയാൻ ശ്രമിക്കുമ്പോൾ ഉടനെ തന്നെ മഹി പറഞ്ഞു, ഗംഗ, ഇനി കൂടുതലൊന്നും പറയണ്ട, കൈ കാണിച്ച് എന്ന് പറഞ്ഞ് മഹി ഗംഗയുടെ കൈ പതിയെ തടവി കൊടുക്കുന്നു. അങ്ങനെ പതിയെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗംഗയോട് മഹി ചോദിച്ചു, ഗംഗ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയാവുള്ളൂ, ശ്രീ മഹേശ്വരന്റെ ഭക്തിയല്ലേ, അതുകൊണ്ട് തന്നെ സത്യയെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, ഞാൻ മഹിയേട്ടനോട് സത്യം മാത്രമേ പറയൂ, മഹിയേട്ടനോട് ഇതുവരെ ഞാൻ കള്ളം പറയില്ല എന്ന് പറഞ്ഞതും മഹി ചോദിച്ചു, എന്നാ ശരി, സത്യം പറ,
ഇപ്പൊ ഞാനിങ്ങനെ മസാജ് ചെയ്തപ്പോ ഗംഗയ്ക്ക് ആശ്വാസം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചതും ഗംഗയ്യ പറഞ്ഞു, ഉണ്ട്, ആശ്വാസമുണ്ട് മഹിയേട്ടാ. ഉടനെ മഹി പറഞ്ഞു, എന്നാലേ ഞാൻ കാലുകൂടി മസാജ് ചെയ്തു തരാം എന്ന് പറഞ്ഞ് മഹി വേഗം എഴുന്നേറ്റ് കാല് മസാജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഗംഗ പറഞ്ഞു, വേണ്ട മഹിയേട്ടാ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് രാജി എത്തി. എന്താ എന്താ വേണ്ടെന്ന് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രാജി അരികിലേക്ക് എത്തിയതും മഹി പറഞ്ഞു, അത് ഗംഗയുടെ കൈക്കും കാലിനും ഒക്കെ എന്തോ മുള്ളു കൊള്ളുന്ന പോലെ വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൈ മസാജ് ചെയ്തപ്പോ വേദന കുറഞ്ഞു, കാലുകൂടി ഞാൻ മസാജ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അതിനെന്നെ തടഞ്ഞതാണ് എന്ന് പറഞ്ഞത് കേട്ട് ഉടനെ രാജി പറഞ്ഞു, അതെ, കോൾഡ് സ്റ്റോറേജിനുള്ളിൽ കിടന്നുകൊണ്ട് കൈകളും കാലുകളും ഒക്കെ മരവിച്ചില്ലേ, സെൽസിലേക്ക് രക്തയോട്ടം കുറഞ്ഞു, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അത് സാറ് മസാജ് ചെയ്ത് തരുമ്പോ ആ രക്തയോട്ടം കൂടുകയും ചെയ്തോളും. അതിനല്ലേ സാറ് ചെയ്തു തരാന്ന് പറഞ്ഞത്. എന്തായാലും ഭാര്യയ്ക്ക് വേണ്ടി ഇത്രയേറെ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭർത്താവും ഭർത്താവിന് വേണ്ടി ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യയും, എന്തായാലും നിങ്ങൾക്കിടയിലുള്ള ഈ സ്നേഹം അതെന്നും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോ, എന്നാ നമുക്കിനി മരുന്ന് കഴിക്കാം എന്ന് ഗംഗയോട് രാജി ചോദിച്ചു. ഉടനെ മഹി ഗംഗയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അത് രാജി ഗംഗയിലേക്ക് കൊടുക്കാനുള്ള മരുന്ന് വേഗം മഹിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയും മഹി ഗംഗയ്ക്ക് ആ മരുന്ന് കൊടുക്കുകയും ഗംഗയെ ആ മരുന്ന് കഴിപ്പിക്കുകയും ചെയ്യുന്നു. മഹി വളരെ സ്നേഹത്തോടെ ഗംഗയെ പരിചരിക്കുന്നത് കണ്ട് അത് നോക്കി നിൽക്കുകയാണ് രാജി. അപ്പോഴേക്കും ഗംഗയെ സ്നേഹത്തോടെ മഹി നോക്കുമ്പോൾ ഗംഗ മരുന്നെല്ലാം കഴിച്ചതിന് ശേഷം മഹിയെ നോക്കി പുഞ്ചിരിക്കുന്നു.